മുട്ടുവേദനയോ നടുവേദനയോ ജോയിന്റ് പെയിനോ അങ്ങനെ എന്ത് തരം വേദന ഉണ്ടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഇടുന്ന ഒരു ഹോസ്പിറ്റലാണ് നിൽക്കുന്നത് ഇല്ല ഡോക്ടറെ? നേരത്തെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ എണ്ണിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എണ്ണിക്കുന്നത്. എണ്ണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എണ്ണിക്കുന്നത്. എണ്ണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എനിക്കോ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. എന്ത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പോരല്ലേ? ഇത് കല്ലുകടവ്, കരുനാഗപ്പള്ളി കല്ലുകടവ്. അതെ, കഴുത്ത് വേദന ആയിക്കോട്ടെ, മുട്ടുവേദന ആയിക്കോട്ടെ, നടുവേദന ആയിക്കോട്ടെ, അത് ഇവൻ തേയ്മാനം ആയിക്കോട്ടെ, ഡിസ്ക് ബൾജ് ആയിക്കോട്ടെ, എല്ലാത്തരം ട്രീറ്റ്മെന്റുകളും നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഇപ്പം പൊതുവേ നമ്മളുടെ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത് വെരിക്കോസിന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം പലരും വന്ന് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് വെരിക്കോസിന് മാത്രമേ ഇവിടെ ട്രീറ്റ്മെന്റ് ഉള്ളൂ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ വെരിക്കോസിന് മാത്രമല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഒബിസിറ്റി, ഈ പറയുന്ന വാദപരമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും, അതായത് ജോയിന്റ് പെയിൻസിൽ ഉൾപ്പെടെ എല്ലാ വാദപരമായിട്ടുള്ള കണ്ടീഷൻസ്, ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും കാണും. അത് ഈ പറയുന്ന പോലെ പലർക്കും തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പലരും നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഈ പറയുന്ന വീഡിയോ തന്നെ അറിഞ്ഞു വരുന്നവരും ഉണ്ട്. ഇവിടുത്തെ റിസൾട്ട് കിട്ടിയിട്ട് പല പേഷ്യൻസും പറഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. മോനിക്കുട്ടൻ ചേട്ടൻ കായംകുളത്തുനിന്ന് നമ്മുടെ ഒരു മനക്കലിന്റെ ഹാപ്പി ക്ലൈന്റിനകത്തേക്ക് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് മനക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ വെരിക്കോസിന്റെ ട്രീറ്റ്മെന്റ് മാത്രമാണ് എന്നുള്ളൊരു പൊതുവെ ഒരു ധാരണയുണ്ട്. ഇദ്ദേഹം നമുക്കിവിടെ വന്നത് സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ മൂലമാണ് വന്നത്. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഇരുന്നിട്ട് എണ്ണിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇരുന്നിട്ട് എണ്ണിക്കുന്ന സമയത്ത് ബാക്കിൽ ലോക്ക് വീഴുന്ന മാതിരിയായിരുന്നു. ഇപ്പോൾ 14 ദിവസം ട്രീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു ഫേസ് കാണുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടിരുന്ന വേദന നമ്മൾ കാണുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ഹാപ്പി ഫേസ് ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഡോക്ടറും മറ്റുള്ള സ്റ്റാഫും എല്ലാം ഓക്കെയാണ്. താങ്ക് യു.